പലപ്പോഴും ഈ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ല സോഷ്യൽ സർവീസ് വേഴ്സസ് പൊളിറ്റിക്സ്. ജനം നന്നാവണമെന്ന് ആഗ്രഹിച്ച് എത്ര രാഷ്ട്രീയക്കാരുണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉത്തരം? എനിക്ക് നാളെ രാവിലെ നമ്മൾ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ, ഒരു എലക്ഷൻ വരുമ്പോൾ അയ്യോ എൻ്റെ ജനങ്ങൾ നന്നാവണം എന്ന് പറഞ്ഞ് ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ പുറത്തു വരുന്നതായിട്ട്, സിൻസിയറായിട്ട് പുറത്തു വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇത് ഭയങ്കര എന്താ പറയാനായിട്ട് അല്ല, എനിക്ക് തോന്നുന്നത് ജനങ്ങളും കൂടെ നന്നാവണം, ഞാനും നന്നാവണം, ആ ഒരു ആ ഒരു ലൈനിക്ക്. പിന്നെ അത് കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം പൊളിറ്റിക്സ് അങ്ങനെയാണ്. അതിനെ ഞാൻ ജഡ്ജ് ചെയ്ത് പറയുകയല്ല, ഞാൻ പറയുന്നത് അത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് കപ്പ് ഓഫ് ടീ. എനിക്ക് പറ്റിയതല്ലാന്നേ ഉള്ളൂ. അതേസമയം ഐ നോ ദിസ് സ്പേസ്, ഈ ഒരു ടെറൈൻ എനിക്ക് അറിയുന്നതാണ്. പൊളിറ്റിക്സ് മനസ്സിലാവുന്നുണ്ട് അത്യാവശ്യം. പൊളിറ്റിക്സ് മനസ്സിലാവുമെന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഈ പാർട്ടി പൊളിറ്റിക്സ് ആണെന്ന്. പാർട്ടി പൊളിറ്റിക്സ് ഇസ് ഡിഫറെൻറ്റ് ആൻഡ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ വേറെയാണ്. നമ്മൾ കേരളത്തിൽ ഈ രാഷ്ട്രീയ ചിന്ത, അരാഷ്ട്രീയവാദം എന്നൊക്കെ പറഞ്ഞ് കുറേ വർത്തമാനങ്ങളൊക്കെ കാണാറുണ്ട്. സത്യം പറഞ്ഞാൽ കഷ്ടം തോന്നിയിട്ടുണ്ട്. ഇവർ പലരും അരാഷ്ട്രീയം എന്ന് പറയുന്നതാണ് യഥാർത്ഥ രാഷ്ട്രീയം. കാരണം അരാഷ്ട്രീയം എന്ന് ചിലർ മുദ്ര കുത്തുന്ന ചിലതുണ്ടല്ലോ, അതിൽ നിലപാടുണ്ട്. മറിച്ച് ഒരു നേതൃസ്ഥാനത്ത് നിന്ന് വേറെ ആരെങ്കിലും പറയുന്നതിന് തത്തമ്മ പൂച്ച എന്ന് പറഞ്ഞ് ആവർത്തിക്കുന്നതാണ് രാഷ്ട്രീയം എന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ്. അത് ശരിക്കും ബുദ്ധിയില്ലായ്മയാണ്, അടിമത്തമാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് രാഷ്ട്രീയ നിലപാടില്ല എന്നാണെന്ന് കാണിക്കുന്നത്. രാഷ്ട്രീയ നിലപാടെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി വെരി ഇൻഡിവിജ്വൽ. ഈ ഫിലോസഫിയെ പറ്റി പറയുന്ന പോലെ ഓരോരുത്തർക്കും ഓരോ ഫിലോസഫി ഉണ്ടെന്ന് പറയുന്ന പോലെ ശരിക്കും ഓരോരുത്തർക്കും ഒരു രാഷ്ട്രീയ നിലപാടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു എനി ഡിസിഷൻ, യു ടേക്ക് എനി ഡിസിഷൻ. എന്താ ഇപ്പോൾ പറയുക, ഇപ്പോൾ ഇത് സൗജന്യമായിട്ട് ബസ്സിൽ സ്ത്രീകൾക്ക് ടിക്കറ്റ് കൊടുക്കാമെന്ന് പറയുന്നു. അതിപ്പം എനിക്കൊന്ന് തമിഴ്നാട്ടിൽ ചെയ്തു, കേരളത്തിൽ ചെയ്യാമെന്ന് UDFൻ്റെ മാനിഫെസ്റ്റോയിലുണ്ട്. വേറെയും എനിക്ക് കർണാടകയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ ഇത് ചെയ്യണോ വേണ്ടയോ, ദാറ്റ് ഈസ് ആൻ ഒപ്പീനിയൻ അല്ലേ. ഇത് UDF പറഞ്ഞതുകൊണ്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയം ആണ് എന്ന് ചിലർ വിചാരിക്കും. അല്ലെങ്കിൽ വേറൊരു ഇതേ സമാനമായിട്ടുള്ള മറ്റൊരു വിഷയം എടുത്തിട്ട് അതിൽ CPM ആരെങ്കിലും എടുത്ത നിലപാട് അതാണെന്ന് പറഞ്ഞാൽ അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് പൊളിറ്റിക്സ് എന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. അതല്ല പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ ഉണ്ടാവുക എന്നുള്ളതാണ്. യു ഷുഡ് ഹാവ് യുവർ ഓൺ മൈൻഡ്. ഈ തലമണ്ട പണയം വെക്കലല്ല പൊളിറ്റിക്സ്. തലമണ്ട ഉപയോഗിക്കുന്നതാണ് പൊളിറ്റിക്സ്. തലമണ്ട ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തൊരു ഒപ്പീനിയൻ വരും. ഇപ്പം ഫ്രീ ടിക്കറ്റ് കൊടുക്കുന്നതിനോട് യോജിക്കുന്നവരുണ്ടാവും, യോജിക്കാത്തവരും UDFിലുണ്ടാവാം, യോജിക്കാത്തവരും കോൺഗ്രസ്സിലുണ്ടാവാം, ഇല്ലേ. അപ്പോൾ അവർക്കും ആ ഒരു ഒപ്പീനിയൻ പറയാൻ സാധിക്കണം. അവർ ഇൻറ്റേർണലി പൊളിറ്റിക്സ് പറയാം, അകത്തായിരിക്കാം മിക്കവാറും ഓർഗനൈസേഷൻ ആയതുകൊണ്ട് അതിനകത്ത് പൊളിറ്റിക്സിൽ അങ്ങനെയാണല്ലോ. പക്ഷേ ഇത് പാർട്ടിക്കകത്തൊന്നും ഇല്ലാത്ത ഒരാൾക്ക് പുറത്ത് സ്വതന്ത്രമായിട്ടും അഭിപ്രായം പറയാൻ പറ്റണം. അതായത് ഈ എക്സ്പെർട്ടൈസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇതിനകത്ത് വരുന്നില്ലല്ലേ ഒരിടത്തും. അതായത് ഞാൻ പറയാം, നമ്മളൊരു പൊളിറ്റിക്സിൻ്റെ ഒരു മുഴുവനായിട്ടൊരു ഗ്ലോബായിട്ട് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കേരളത്തിലൊരു സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ 90% ഒരു 10% മാത്രമല്ലേ എക്സ്പെർട്ടൈസ്, പോളിസി, പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിച്ച് ഇസ് പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വരുന്നുള്ളൂ. ബാക്കി 90% ശരിക്കും പറഞ്ഞൊരു, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു റോ പൊളിറ്റിക്സിൽ മാത്രമല്ല ഇപ്പോഴും നിൽക്കുന്നുള്ളൂ. കേരളം നന്നാവുന്നതിലോ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതിലോ ഒന്നും 10% മാത്രമേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? തെറ്റില്ല. എന്തുകൊണ്ടെന്ന് ഞാൻ പറയാം. നേരത്തെ പറഞ്ഞിരുന്നല്ലോ, പൊളിറ്റിക്സ് എന്താണ്, പൊളിറ്റീഷ്യൻ എന്താണെന്ന് നമ്മൾ പറയുമ്പോൾ അയാളുടെ വരുമാന മാർഗ്ഗം എന്താണെന്നും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടി വരും. ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു തൊഴിലും വരുമാനവും ഒക്കെയുള്ള ഒരു സ്വന്തമായിട്ടൊരു നിലനിൽപ്പുള്ള ഒരു വ്യക്തി പൊളിറ്റിക്സിലോട്ട് വരുമ്പം അത് വ്യത്യാസമുണ്ടാകും. കാരണം അയാൾ ഇവിടുന്ന് പൈസ ഉണ്ടാക്കാനല്ല വരുന്നത്, അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് വരുന്നത്. അങ്ങനെ വരുന്ന വ്യക്തികളെ കേരളത്തിൽ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കൂ. കേരളത്തിൽ പലപ്പോഴും ഇങ്ങനെ ഒരു പ്രൊഫഷണൽ, ശരി ഞാൻ ഇനി സമൂഹത്തിന് വേണ്ടി കോൺട്രിബ്യൂഷൻ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതിലേക്ക് സർവീസസ് ഞാൻ ഇനി ഇതിനു വേണ്ടി വിടുകയാണ് എന്ന് പറഞ്ഞ ഒരാൾ വരാൻ നോക്കിയാൽ സാധാരണഗതിയിൽ കേരളത്തിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു ഇത് പറയാം, ഇയാളെ എങ്ങനെ അറ്റാക്ക് ചെയ്യാമെന്നാണ് ഒരു തൊഴിലും അറിയാത്ത മറ്റേ ഗ്രൂപ്പുകാർ അവരാലോചിക്കും. അതേ പാർട്ടിക്കകത്ത് തന്നെ അത് ചെയ്യാം മിക്കവാറും. അപ്പോൾ അവരെന്താ പറയാമെന്നറിയോ, അവർ പറയാം, ഇയാൾ ഇതുവരെ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടോ, പോലീസിൻ്റെ അടി കൊണ്ടിട്ടുണ്ടോ, അറസ്റ്റിലായിട്ടുണ്ടോ, കേസുണ്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കണം, ഇപ്പോൾ പോസ്റ്റർ ഒട്ടിക്കണം, കേസിൽ പെടണം, പോലീസിൻ്റെ അടി കൊള്ളണം, ഇതൊക്കെയാണ് ക്രൈറ്റീരിയ. അമേരിക്കയിലോ ബ്രിട്ടനിലോ ഫിൻലാൻഡിലോ വേറെ ഒരു രാജ്യത്തും ഈ ഒരു മാനദണ്ഡം വെച്ചിട്ടല്ല രാഷ്ട്രീയക്കാർ തീരുമാനിക്കുന്നത്. അതിൻ്റെ വ്യത്യാസം അതാത് രാജ്യങ്ങളിലും കാണുന്നുണ്ട്. ഇപ്പോൾ യു ടേക്ക് ഈവൻ ട്രംപ്, വാട്ട് എവർ ബി അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ചരിത്രത്തിൽ
ഹി ഓൾസോ ഹാസ് എ ജോബ്. അതെ. അയാൾക്ക് ഇറ്റ്സ് എ വരുമാനവും ബിസിനസ്. ഇതൊക്കെ ഉണ്ട്. എനി പേഴ്സൺ യു ടേക്ക് യു എസിലാണെങ്കിലും യു കെയിലെടുത്താൽ ഹൈലി ക്വാളിഫൈഡ് പ്രൊഫഷണൽസ് ഒക്കെയാണ്. എനിക്ക് ജാപ്പനീസ് പൊളിറ്റിക്സ് ആണ് കുറച്ചുകൂടെ രസകരമായിട്ട് തോന്നിയിട്ടുള്ളത്. അവിടെ ക്വാളിഫിക്കേഷനും സ്കില്ലും ഒക്കെ കുറച്ചുകൂടെ രസകരമായിട്ട് തോന്നുന്നുണ്ട്. ഇഫ് യു ആക്ച്വലി ഫോളോ ദെയർ പൊളിറ്റിക്സ്. ഇപ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെയും കറക്റ്റ് എല്ലായിടത്തും ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഇഷ്യൂസ് ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ദ ലെവൽ ഓഫ് കോൺട്രിബ്യൂഷൻ ദേ മേക്ക് ഇസ് ഡിഫറെൻറ്റ്. നമ്മളിത് പറയുമ്പം ഇതൊക്കെയാണ് ഇങ്ങനെ അടിപിടി കൂടുന്നതും സമരം ചെയ്യുന്നതും ഒക്കെയാണ് രാഷ്ട്രീയ പാരമ്പര്യം എന്നുള്ള ഒരു ധാരണ കേരളത്തിലെ പൊതുസമൂഹത്തിന് ഉണ്ട്. അതൊന്നും ചെയ്യാത്തവർ പൊളിറ്റിക്സ് ചെയ്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിത്യജീവിതത്തിൽ എടുക്കുന്ന ഓരോ തീരുമാനത്തിലും ഒരു പൊളിറ്റിക്സ് ഉണ്ട് ശരിക്കും. അതെ, നമ്മളൊരു സൊസൈറ്റിയുടെ ഭാഗമാണ്, പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. ഭാഗമാണ്. അതുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന എല്ലാ ഡിസിഷനും നിങ്ങൾ കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കും. നിങ്ങളൊരു എന്തെങ്കിലും ഒരു സംഭാവന കൊടുക്കാൻ വേണ്ടി ഒരാൾ വരുമ്പോൾ സംഭാവന കൊടുക്കുന്നതാവാം, കൊടുക്കാതിരിക്കുന്നതാവാം. നിങ്ങൾ ഒരു ചർച്ച എവിടെയെങ്കിലും നടക്കുമ്പോൾ ചർച്ച കേൾക്കാൻ പോയിരിക്കുന്നതാവാം. ഇതെല്ലാം പാർട്ട് ഓഫ്. പൊളിറ്റിക്സ് ആണ്. പിന്നെ ഇതൊന്നും കൂടാതെ വോട്ട് ചെയ്യുന്നതുമുണ്ട്. അപ്പം ഇതെല്ലാം പാർട്ട് ഓഫ് ഒരു പൊളിറ്റിക്കൽ ഇക്കോ സിസ്റ്റമാണെന്ന് മനസ്സിലാക്കണം. അതല്ലാതെ നമ്മൾ മുഴുവൻ ഫുൾ ടൈം പൊളിറ്റിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിൽ നിന്ന് തന്നെ വരുമാനം കണ്ടെത്തുന്ന ഒരു വ്യക്തി മാത്രമേ പൊളിറ്റിക്സിൽ പാടുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രൊഫഷണൽസിനെ ദൂരെയാക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇങ്ങനെ ഹൗ ലോങ് ക്യാൻ യു സസ്റ്റെയിൻ സച്ച് എ സിസ്റ്റം? ഒരു കാലത്ത് ഇൻഡിപെൻഡൻസ് ഒക്കെ കിട്ടിയ കാലഘട്ടത്തിൽ ഒന്ന് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, സൗകര്യക്കുറവുകൾ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം സാധാരണക്കാരായിട്ടുള്ള ജനകീയരായിട്ടുള്ള ആൾക്കാരൊക്കെ പലർക്കും പഠനം ബുദ്ധിമുട്ടായിരുന്നു. പലരും പഠനം ഉപേക്ഷിച്ചിട്ടാണ് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്ത് ചാടിയത്. അപ്പോൾ അവരുടെ ഒന്നും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടല്ല അന്ന് അളക്കുന്നുണ്ടായിരുന്നത്. എങ്കിലും അവർ ബ്രില്യൻ്റ് ആയിരുന്നു. ഇപ്പോൾ കാമരാജൻ്റെ ഉദാഹരണം എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ അദ്ദേഹം വലിയ എഡ്യൂക്കേറ്റഡ് ഒന്നും അല്ലെങ്കിൽ പോലും അദ്ദേഹമാണ് റെവല്യൂഷണറി ആയിട്ടുള്ള പല കാര്യങ്ങളും കൊണ്ടുവന്നത്, ഇൻക്ലൂഡിങ് ഈ നമ്മുടെ മിഡ് ഡേ മീൽ സ്കീമൊക്കെ കൊണ്ടുവന്നത്. അതൊക്കെ വലിയ പോളിസി തലത്തിലുള്ള വലിയ മാറ്റമാണ്. അതോടെയാണ് ഉച്ചക്കഞ്ഞി കൊടുത്തു തുടങ്ങിയോടെ സ്കൂളുകളിൽ അറ്റൻഡൻസ് വർദ്ധിക്കുകയും വിദ്യാഭ്യാസത്തിൻ്റെ ഒരു നിലവാരം കൂടുകയൊക്കെ ചെയ്തത് അത്തരം ഇനീഷ്യേറ്റീവ്സിലാണ്. അപ്പോൾ കാമരാജൻ്റെ ഉദാഹരണമാണ് എല്ലാവരും പറയാം. പക്ഷെ നമ്മൾ ഓർക്കേണ്ടത് കാമരാജ് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഉദാഹരണമാണ്. അതാണ് നമ്മളിപ്പോഴും ഇപ്പോഴും പറയുന്നത്. 2026 ഒരു ഒരു യുവ രാഷ്ട്രീയ നേതാവ് പഠിച്ചിട്ടില്ലെങ്കിൽ, അയാൾക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ തീരെ ഇല്ലെങ്കിൽ, അയാൾക്ക് സംവദിക്കാനോ അതിനുള്ള സ്കിൽസ് തീരെ ഇല്ലെങ്കിൽ, അറിവില്ലെങ്കിൽ, ഇത് ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി കൊണ്ടാണെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ 2026 അറിവില്ലാത്തൊരു വ്യക്തി ഒരു എഡ്യൂക്കേഷണലി ബാക്ക്വേർഡായിട്ട് അയാൾ അതിൽ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല, പഠിക്കുന്നുമില്ല, പഠിച്ചിട്ടുമില്ല, ഒരു തൊഴിലും അറിയില്ല, ഒരു സ്കില്ലുമില്ല, അൺസ്കിൽഡ് ആണെന്ന് കൂട്ടിക്കോളൂ, ഒരു കഴിവുമില്ല. അങ്ങനത്തെ ഒരാൾ രാഷ്ട്രീയത്തിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ കാമരാജുമായിട്ട് അയാളെ ഉപമിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് നോട്ട് ഫെയർ. ഞാൻ പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ യാർഡ് സ്റ്റിക്സ് ആർ ഡിഫറെൻറ്റ്. ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് മോനെ പഠിക്കാഞ്ഞത് എന്ന് ആരെങ്കിലും ചോദിച്ചാണല്ലേ? എന്തുകൊണ്ട് പഠിക്കണമെന്ന് തോന്നിയില്ല? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പഠിത്തമൊന്നും ഇല്ലെങ്കിലും ഞാൻ രാഷ്ട്രീയത്തിലൂടെ കാശുണ്ടാക്കി ജീവിച്ചോളാം എന്ന ഒരു തെറ്റായ ചിന്താഗതി ഇല്ലേ അതിനകത്ത്? ഐ വുഡ് റിയലി തിങ്ക് ലൈക്ക് ദാറ്റ്. പിന്നെ വേറൊന്ന്, കഴിവ്, ഈ എഡ്യൂക്കേഷൻ മാത്രമല്ല, ഞാൻ പറയുന്ന നിങ്ങളുടെ ഒരു ആന്ത്രപ്രനേറിയൽ സ്കില്ലും ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിസിനസ്സൊക്കെ അറിയണം. ബിസിനസ് മനസ്സിലാവാത്ത ആൾക്കാർ ഭരണത്തിൽ വരുമ്പോഴാണ് ഏറ്റവും കുഴപ്പമുണ്ടാകുന്നത്. കാരണം വാല്യൂ ക്രിയേഷൻ എന്താണെന്ന് അവർക്ക് അറിയില്ല. കേരളത്തിൽ അതൊരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വാല്യൂ ക്രിയേഷൻ എന്താണെന്ന് അറിയില്ല. ആകെ മനസ്സിലാവുന്നത് കമ്മീഷൻ സിസ്റ്റമാണ്. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും. കാരണം ഇപ്പോൾ കേരളത്തിൽ ഇറ്റ്സ് എ ട്രേഡിങ് സ്റ്റേറ്റ് ഇൻ ദാറ്റ് സെൻസ്. കാരണം ഇവിടെ ട്രേഡിങ്ങേ നടക്കുന്നുള്ളൂ. നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ എല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ട് വിറ്റ് കാശാക്കുകയാണ്. അപ്പോൾ വിൽക്കുന്ന സമയത്ത് കടയിലുള്ള ആൾക്ക് എന്താ കിട്ടുക? ഒരു കമ്മീഷനാണ് കിട്ടുക, മാർജിനാണ് കിട്ടുന്നത്. ഇവിടെ എന്ത് ചെയ്താലും, ഭൂമി കച്ചവടം ചെയ്താൽ അതിനൊരു മാർജിൻ ഉണ്ടാവും. മാർജിൻ ഇല്ലാത്ത എന്ത് ബിസിനസ്സാണ് കേരളത്തിൽ നടക്കുന്നത്? എന്താണെങ്കിലും ഓട്ടോമാറ്റിക്കലി യു തിങ്ക് അലോങ് ദ മാർജിൻ ആംഗിൾ. അല്ലാതെ ഇവിടെ ഉൽപ്പാദിപ്പിച്ചിട്ട് വാല്യൂ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പ്രോഫിറ്റ് ഷെയർ അല്ല എടുക്കുന്നത്, എല്ലാം മാർജിനാണ് എടുക്കുന്നത്. വല്ലവനും ചെയ്തതിൻ്റെ മാർജിൻ. അത് മനസ്സിൽ നിൽക്കുമ്പോഴാണ് ഈ മാർജിൻ്റെ സ്വഭാവമാണ്
ഈ കൈക്കൂലിയും നോക്കുകൂലിയും കമ്മീഷൻ ഇതെല്ലാം, അതായത് തൊഴിലെടുക്കാതെ അവനവൻ ഒരു കോൺട്രിബ്യൂഷനും നടത്താതെ അതിനകത്തുനിന്ന് ഒരു ഇത്തിൽക്കണ്ണി പോലെ ഒരു ഭാഗം എടുക്കുന്നതിനെയാണ് ഈ കമ്മീഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ട്രേഡിങ്ങിനകത്തൊക്കെ അത് തന്നെയാണ് വരുന്നത്. അതേസമയം വാല്യൂ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഐഡിയ, ഒരു ബിസിനസ് ഐഡിയ കൊണ്ടുവരണം. സർവീസ് സെക്ടറിലാവാം, പ്രൊഡക്ഷനിലാവാം, എന്തിലാവാം. പക്ഷേ ഒരു സംഭവം നിങ്ങൾ സൃഷ്ടിക്കും. ആ സൃഷ്ടിയിൽ നിന്നാണ് അതിൻ്റെ വാല്യൂ ഉണ്ടാക്കുക. അതിൻ്റെ ഒരു ഷെയർ എടുക്കുന്നത്. അത് മനസ്സിലാവുന്ന ഒരു ഭരണത്തിൽ വന്നെങ്കിൽ മാത്രമേ സത്യത്തിൽ ബിസിനസ്സുകാർക്കും ഗുണമുണ്ടാവൂ. ബിസിനസ്സുകാരെന്ന് പറഞ്ഞാൽ നമ്മൾ അത് വേറൊന്നും, ഇവിടെ നമ്മളെ ബിസിനസ്സുകാരെ ശത്രുവായിട്ടാണ് കാണുന്നത്. പ്രൈവറ്റ് സെക്ടറിനെ ജനറലി എന്തോ ഭയങ്കര മോശമായിട്ടാണ് കാണുന്നത്. വേറെ സത്യം നേരെ തിരിച്ചുമാണ്. നമ്മൾ സസ്റ്റെയിൻ ചെയ്യുന്നത് പ്രൈവറ്റ് സെക്ടറാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഹെൽത്ത്, ഫോർ ഇൻസ്റ്റൻസ്. ഹെൽത്തിൽ നമ്മുടെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ലൈക്ക് 70% ഇന്ത്യയിൽ ഏറ്റവും കൂടുതലാണ്. അപ്പോൾ 70% ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്നാണ് ചിലവാക്കുന്നത്. വിച്ച് മീൻസ് നമ്മൾ സർക്കാർ ആശുപത്രികളെ അല്ല ബഹുഭൂരിപക്ഷം പേരും ആശ്രയിക്കുന്നത്. ഇനി അഥവാ സർക്കാർ ആശുപത്രിയിലാണെങ്കിൽ പോലും നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പൈസ കൊടുക്കേണ്ടി വരുന്നുണ്ട്. എന്തെങ്കിലും വാങ്ങാനും മറ്റൊക്കെ ആയിരിക്കാം, അവിടുത്തെ എക്യുപ്മെൻറ്റ്സ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. സോ 70%. ഇനി അതും പോട്ടെ, നമ്മൾ ഏറ്റവും റിസ്ക് എടുക്കാതെ ഒരു മെഡിക്കൽ സൈഡിൽ റിസ്ക് എടുക്കാതെ ഇരിക്കുന്നത് എപ്പോഴാണെന്നറിയോ? അവനവന് കുട്ടി ഉണ്ടാകുമ്പോഴാണ്, അല്ലേ? അത് നമ്മൾ തീരെ റിസ്ക് എടുക്കാതിരിക്കാൻ സാധ്യതയുള്ളൊരു ഏരിയയാണ്. അപ്പോൾ ഡെലിവറിക്ക് നമ്മൾ എവിടെ പോകുന്നതെന്നൊന്ന് പരിശോധിച്ച് നോക്കിയാൽ, കണക്കുകളെടുത്ത് പരിശോധിച്ചാൽ 70%, 70% പ്രൈവറ്റിലാണ് ബർത്ത് നടക്കുന്നത് കേരളത്തിൽ. 30% പേര് മാത്രമേ സർക്കാർ സൗകര്യങ്ങൾ എടുക്കുന്നുള്ളൂ. അതവർക്ക് അത്രയും വേറെ വഴിയില്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ 70% ലാൽ സാറ് ഡോക്ടർ എസ് എസ് ലാലോട് എന്ന് പറഞ്ഞു, ഇവിടുത്തെ താലൂക്ക് ഓഫീസിലൊക്കെ താലൂക്ക് ആശുപത്രികളിൽ ഹാർട്ട് അറ്റാക്ക് വരണമെങ്കിൽ 1 മണിക്ക് മുമ്പ് വന്നോണം, കാലോടിയെങ്കിൽ 1 മണിക്ക് പോകണം, കാരണം അതെങ്ങനെ സ്പെഷ്യലിസ്റ്റ് കാണത്തില്ല. അപ്പോൾ അതെങ്ങനെ താലൂക്കാണ്. അപ്പം പുള്ളിക്കാരനാണെന്ന് പറഞ്ഞാൽ അവിടെ പോലും പോളിസിയുടെ ഒരു ഇതില്ല, ഉള്ളത് പിന്നെയും കണ്ടിന്യൂ ചെയ്തിങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നു എന്നല്ലാതെ ഇത്. സോ എത്ര വർഷത്തെ ഒരു പിന്നോക്കം ആണ് നമ്മൾ നിൽക്കുന്നത് പോളിസി. അതായത് ഞാൻ പറഞ്ഞത്, ഇനി ഒരു നെക്സ്റ്റ് ഷിഫ്റ്റ്, ഒരു ജനറേഷൻ ഷിഫ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ അത് ഈ പറയും പോലെ ഈ ജോലിയെക്കുറിച്ച് അറിവും, പറയുന്ന ബിസിനസ്സുകാരനായിരിക്കണം, ഓൺടർപ്രണർ ആയിരിക്കണം എന്നൊക്കെ പറയുന്ന ആ ഒരു സ്കില്ലുള്ള പൊളിറ്റീഷ്യൻസിൻ്റെ ഡു വി ലാക്ക് ദോസ് പൊളിറ്റീഷ്യൻസ് ഈവൻ നൗ? ഞാൻ പച്ചക്ക് പറയാം, നമ്മളൊരു 40 വർഷം പിന്നിലാണ്. 40 തോന്നുന്നു. കാരണം നമ്മൾ 91 നാഷണൽ ലെവലിൽ റിഫോംസ് വന്നു. 91 വെച്ച് ഇന്നിപ്പോൾ 2026 അല്ലേ? അപ്പോൾ 26 ആൻഡ് 37 ഇയേഴ്സ് ഓൾമോസ്റ്റ്. അപ്പോൾ 37 ഇയേഴ്സ്. അന്ന് നാഷണൽ ലെവലിൽ റിഫോംസ് എടുത്തു. ലിബറലൈസേഷൻ്റെ സ്റ്റാൻഡ് എടുത്തു, ഡീറെഗുലേഷൻ, ലൈസൻസ് രാജ് എടുത്ത് കളയുന്നു. ഇതൊക്കെ ദാറ്റ് ഇസ് എ മേജർ പോളിസി ഡിസിഷൻ. ആക്ച്വലി എനിക്ക് തോന്നുന്നത് സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഒരു ഭയങ്കര ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു പോളിസി ഡിസിഷൻ. അതിനുശേഷമാണ് ശരിക്കും ഇവിടെ പ്രൈവറ്റ് സെക്ടറിന് ഒരു സ്വാതന്ത്ര്യം കിട്ടിയത്, പ്രവർത്തിക്കാനും മറ്റുമൊക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ഒട്ടുക്കുമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു റെഗുലറൈസേഷൻ, ഇത് അനാവശ്യമായിട്ടുള്ള ഈ കൺട്രോൾ ഫ്രീക്ക് ഇത് എടുത്തു കളയാനുള്ള ശ്രമം നടന്നു. അതിനുശേഷം ഇത്രയും നാൾ, ഇത് 2026, ഇതിന് ഓർക്കാൻ പറ്റുമോ കേരളത്തിൽ ഏതെങ്കിലും ഒരു നിയമം നമ്മൾ എടുത്തു കളഞ്ഞായിട്ട്, ഒരു റെഗുലേഷൻ ഒഴിവാക്കിയതായിട്ട്, ഏതെങ്കിലും ഒരു ലൈസൻസ് ഇനി മുതൽ വേണ്ടാന്ന് തീരുമാനിച്ചായിട്ട്? ടിപ്സ് കൂടിയിട്ടേ ഉള്ളൂ. നമ്മൾ റെഗുലേഷൻസ് വീണ്ടും കൊണ്ടുവന്നു, പല ഏജൻസികൾ മുഖാന്തരം കൊണ്ടുവന്നു, പഞ്ചായത്തുകൾക്ക് കൊടുത്തു, ഇവർക്ക് കൊടുത്തു, അവർക്ക് കൊടുത്തു, എല്ലാം പലവിധ പെർമിഷൻസ് കൂടുകയാണ് ചെയ്തത്. ഇസൻറ്റ് ദാറ്റ് അമേസിങ്? നമ്മൾ അതായത് പണ്ട് ഇത് ശ്രീനിവാസിൻ്റെ ഒരു സിനിമയിൽ എല്ലാവരും ഇങ്ങോട്ട് മാർച്ച് പാസ്റ്റ് നടത്തുമ്പോൾ നമ്മൾ ഒരാൾ മാത്രം ഇങ്ങോട്ട് മാർച്ച് പാസ്റ്റ് നടത്തുന്ന പോലെ, അത് സീരിയസ് ആയിട്ട് പറയാണ്. നമ്മൾ വി നീഡ് ടു തിങ്ക് നമ്മൾ എന്തായി ചെയ്യുന്നത്. കാരണം ഗ്രോത്ത് സ്റ്റോറി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മൊത്തത്തിൽ ഇന്ത്യയിൽ ഒരു ഗ്രോത്ത് സ്റ്റോറി ഉണ്ട്. ഇന്ത്യ ഇപ്പം വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമീസ് ആണ് ലോകത്തിൽ. എസ്പെഷ്യലി ലാർജ് എക്കണോമീസിൽ ഇത്രയും ഗ്രോത്ത് എവിടെ ഇല്ല. നമ്മൾ ജസ്റ്റ് അതിൻ്റെ പാരാമീറ്റേഴ്സും ഇതൊക്കെ നോക്കിയാൽ, ഈവൻ ജസ്റ്റ് ഷെയർ മാർക്കറ്റിൻ്റെ ഗ്രോത്ത് നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം അതിൻ്റെ ഇക്കണോമിയുടെ പോക്ക് പിടികിട്ടും. വാല്യൂ ഈസ് ബീങ് ക്രിയേറ്റഡ്. എസ്പെഷ്യലി ചില സെക്ടേഴ്സിൽ ഭയങ്കര ബൂമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വി ആർ നോട്ട് പാർട്ട് ഓഫ് ദറ്റ് സ്റ്റോറി. വി ആർ മിസ്സിംഗ് ഔട്ട്. കേരള കാരണം ഇന്ത്യയിൽ മൊത്തത്തിലുള്ള സ്റ്റോറി നടക്കുമ്പോൾ നമ്മൾ ആ കഥയിൽ ഒരു കഥാപാത്രം ആവണ്ടേ?
ഫാമിംഗ് ഈസ് വൺ മേജർ ഏരിയ. ശരിക്കും ഫാമിങ്ങിൽ ഇപ്പം റെവല്യൂഷണറി ആയിട്ടുള്ള പല ഭയങ്കര റെവല്യൂഷണറി ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെയൊക്കെ ഭയങ്കരമായിട്ട് ഫണ്ടിങ് നടക്കുന്നുണ്ട്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് നബാർഡ് ത്രൂ ഒക്കെ കോടിക്കണക്കിന് രൂപയാണ് ശരിക്കും പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില സ്കീംസൊക്കെ ഉണ്ട്, AF ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. AF ഫണ്ടൊക്കെ വെച്ചിട്ട് നിങ്ങൾ പ്രോസസ്സിങ് യൂണിറ്റും മറ്റൊക്കെ തുടങ്ങാനാണെങ്കിൽ 10 കോടിയോളമാണ് നിങ്ങൾക്ക് തരിക ഒരു കമ്പനി. ഇഫ് യു ആർ കമ്മിങ് അപ്പ് വിത്ത് എ സോളിഡ് പ്ലാൻ. ഞാനിത് ഇവിടെ ഇത്രയും കേരളത്തിൽ അവക്കാഡോ കൃഷിയുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പൈനാപ്പിൾ കൃഷിയുണ്ട്, ഇതിൻ്റെ പ്രോസസ്സിങ് യൂണിറ്റ് ഞാൻ സ്ഥാപിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 10 കോടി വരെയാണ് ഫണ്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ഫണ്ടുകൾ എത്ര പേര് ഉപയോഗിച്ചു എന്നുള്ളത് നോക്കുമ്പോഴാണ് എല്ലാ ജില്ലയിലും വേണമെങ്കിൽ ടെക്നിക്കലി യു ക്യാൻ ആക്ച്വലി ഗെറ്റ് ഇറ്റ്, ഓരോന്ന് വീതം കിട്ടും. പക്ഷേ കേരളത്തിൽ ആകെ 2 കമ്പനികളെ അത് അവെയിൽ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് കണക്ക്. സോ വാട്ട് യു ആർ ട്രൈങ് ടു സേ ഇസ് വി നീഡ് എ വിഷണറി, അതേ ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് ആണോ? സോ നമ്മൾക്ക് ഈ ഒരു പോയിന്റിലേക്ക് ഈസ് ദർ എ സൊല്യൂഷൻ ഫോർ ഇറ്റ്, ഓർ ദിസ് ഇസ് ജസ്റ്റ് ഗോയിങ് ടു ബി എ ഡിബേറ്റ് ഫോർ എ വെരി ലോങ് ടൈം ആൻഡ് ഫൈൻ വിൽ ഓൾ ലിവ് വിത്ത് ഇറ്റ് ടിൽ ഐ തിങ്ക് വി നീഡ് ടു ഡിസ്കസ് ദിസ് ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം ഇത് നമ്മൾ എല്ലാം തികഞ്ഞവരാണെന്നുള്ളൊരു ഭാവത്തിൽ ഇരിക്കും തോറും നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ പതിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ താഴോട്ട് പൊക്കൊണ്ടേ ഇരിക്കുകയാണെന്നുള്ള റിയാലിറ്റി തിരിച്ചറിയണം. ഇപ്പോഴെങ്കിലും നമ്മൾ ഇടപെട്ട് പിടിച്ച് നിർത്തണം. അല്ലാതെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമ്മൾ 100% ലിറ്ററസി നേടിയത് ഇപ്പോൾ ഇരുന്ന് ആഘോഷിക്കാൻ തുടങ്ങിയാൽ യു ആർ മേക്കിംഗ് എ ജോക്കർ ഔട്ട് ഓഫ് യുവർ സെൽഫ്. യു ആർ നോട്ട് മൂവിങ് ഫോർവേഡ്. യു ആർ നോട്ട് മൂവിങ് ഫോർവേഡ്. ഈ നാച്ചുറലി നമുക്ക് കിട്ടേണ്ടുന്ന ആ ഒരു അച്ചീവ്മെൻറ്റും ഗ്രോത്തും ഒക്കെ മാത്രമേ നമുക്കിപ്പോൾ ഉള്ളൂ. ഇൻഫാക്റ്റ് വി ആർ ഇൻ എ വെരി വൾണറബിൾ സ്റ്റേജ് റൈറ്റ് നൗ. ഒരു സമൂഹത്തിൻ്റെ വളർച്ച, അതിൻ്റെ ഗ്രോത്ത് എങ്ങോട്ടാണെന്ന് മനസ്സിലാവാൻ ഏറ്റവും നല്ല സൂചിക അവിടുത്തെ യുവതി യുവാക്കളെ നോക്കുന്നതാണ്. യുവതി യുവാക്കൾ ഇവിടെ നിൽക്കുന്നുണ്ടോ? അവരിവിടെ നിൽക്കാനിപ്പോൾ തയ്യാറല്ല. അപ്പോൾ നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ നോക്കും. ഇത്രയും പേര് കേരളത്തിൽ നമ്മുടെ കൺമുന്നിലാണ് നമ്മൾ കാണുന്നത്. ഈ കുട്ടികൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അവർ തിരിച്ച് വരാൻ വേണ്ടിയല്ല പോകുന്നത്. പണ്ട് ഗൾഫിൽ പോകുന്ന പോലെ അല്ല ഇത്. PR കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ആണ്. ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാമെന്നുള്ളൊരു അജണ്ട വെച്ചാണ് ഇവരെല്ലാവരും പോകുന്നത്. അത് നമ്മുടെ കൺമുന്നിൽ കണ്ടിട്ട് നമ്മൾ നിഷേധിക്കുക. ഇതിൻ്റെ കണക്കുകളെടുത്ത് പരിശോധിക്കും. കണക്കുകളെടുത്ത് നോക്കുമ്പോൾ പോപ്പുലേഷൻ്റെ 0.7% ആണ്. 0.7 ഇസ് നോട്ട് എ ജോക്ക്. എന്ന് മാത്രമല്ല, ഈ ശതമാനക്കണക്കിലെടുത്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. നമ്മളിത് പറയുമ്പോൾ ആബ്സലൂട്ട് ഫിഗേഴ്സ് എടുത്ത് പറയും. കേരളം ചെറിയ സംസ്ഥാനമല്ലേ. കേരളത്തിൽ നിന്ന് പോകുന്ന ഈ ആൾക്കാരുടെ കണക്കെടുത്ത് വെച്ചിട്ട് നമ്മൾ കുറേ കൂടെ പോപ്പുലസ് ആയിട്ടുള്ള തെലങ്കാനയോ അല്ലെങ്കിൽ UP പോലെ എടുത്ത് നോക്കിയാൽ സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് നമ്പേഴ്സ് അധികമായിരിക്കും. പക്ഷേ അവരുടെ പോപ്പുലേഷൻ വലുതാന്നേ. അവിടെ വലിയ പോപ്പുലേഷൻ്റെ ചെറിയൊരു ശതമാനം. നമ്മളുടെ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് ഈ പോകുന്നത്. ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള ഏജ് ഗ്രൂപ്പാണ്. ഈ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ആ ഒരു പീരീഡ് ഉണ്ടല്ലോ, അന്നേരമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സൊസൈറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക, എക്കണോമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക, തൊഴിൽ ചെയ്ത് അങ്ങനെയല്ലേ GDP വളരുന്നത്. ഇപ്പോൾ GDP ഗ്രോത്ത് തരേണ്ട ആൾക്കാർ മുഴുവൻ പോവുക. ഇപ്പോഴത്തെ കണക്ക് വെച്ചിട്ട് ഇവരുടെ ഈ മൈഗ്രേഷൻ കണക്കിലാക്കാതെ തന്നെ പ്രൊജക്ഷൻസ് വെച്ചിട്ട് 2036 കേരളത്തിൻ്റെ പോപ്പുലേഷൻ്റെ 23% വൃദ്ധന്മാരായിരിക്കും. എന്നും അതിൽ കുട്ടികളെക്കാട്ടിലും കൂടുതൽ വൃദ്ധന്മാരുള്ള ഒരു സമൂഹമായിട്ട് മാറും. അപ്പോൾ എവിടെയാണ് പ്രൊഡക്ഷൻ നടക്കാൻ പോകുന്നത്? ആരാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നത്? ഈ കാനഡയിലും അവിടെ ഇവിടെ പോയി അവർ പൈസ അയച്ചു തരും എന്നാണോ വിചാരിക്കുന്നത്? ദേ ആർ ഗോൺ ഫോർ ഗുഡ്. നമ്മൾ ഗൾഫിൽ നിന്നുള്ള ആ ഒരു റെമിറ്റൻസ് മെത്തേഡ് ഇനി പ്രതീക്ഷിക്കരുത്. ആ ഒരു ജനറേഷൻ ഫാമിലി, കാരണം ഇവരൊക്കെ ഫാമിലി ആയിട്ട് PR എടുത്ത് പോവുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ യുവാക്കൾക്ക് ഇൻട്രസ്റ്റ് തോന്നുന്ന തൊഴിൽ മേഖലകൾ ഇവിടെ ഇല്ല എന്നുള്ളത് ഇനിയെങ്കിലും നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. നമ്മളിപ്പം കേറ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. പോളിസി തലത്തിൽ നമ്മൾ കേറ്റർ ചെയ്യുന്നത് എപ്പോഴും ഒരു മേ ബി വി വാണ്ട് ടു സൗണ്ട് വെരി ഇഗാലിറ്റേറിയൻ. അതുകൊണ്ടായിരിക്കാം നമ്മളെപ്പോഴും സ്ട്രക്ചർ ചെയ്യുന്നത് പാവപ്പെട്ടവന് കിറ്റ് കൊടുക്കുക അല്ലെങ്കിൽ ഫ്രീ ബീസ് കൊടുക്കുക. അതിൽ മാത്രം അക്രോസ് പൊളിറ്റിക്കൽ പാർട്ടീസ്, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ട്രൈ ചെയ്യുന്ന എന്താണ്, ഏറ്റവും പാവപ്പെട്ടവന് ഞാൻ ഫ്രീ ബി എന്തെങ്കിലും കൊടുത്തിട്ട് അല്ലെങ്കിൽ അതിനനുസരിച്ച് ഞാൻ സിസ്റ്റം സ്ട്രക്ചർ ചെയ്യാന്നുള്ളത്. അതായത് ഞാൻ എല്ലാ ദിവസവും മീൻ തരാമെന്ന്, പക്ഷെ മീൻ പിടിക്കാൻ ഞാൻ പഠിപ്പിക്കില്ല. മീൻ തന്നുകൊണ്ടേയിരിക്കും. മീൻ പിടിക്കാൻ ഒരാൾ പഠിച്ചു എന്ന് വിചാരിച്ചോ, അവനെ ഇവിടെ മീൻ പിടിക്കാൻ അനുവദിക്കുകയില്ല. അവൻ പുറത്ത് പോയി പിടിക്കണം.
ഹൗ വിൽ ദിസ് വർക്ക്? മീൻ പിടിക്കാൻ ഇവിടെയുള്ള സൗകര്യം വേണ്ട. ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് പറ്റിയ ഒരു തൊഴിൽ സാധ്യത ഇവിടെ ഉണ്ടാവണ്ടേ? തൊഴിൽ സാധ്യത ഉണ്ടാവുന്നത് എങ്ങനെയാണ്? സ്വകാര്യ മേഖലയിൽ നിന്നേ വരുള്ളൂ. അല്ലാതെ സർക്കാരിന് ഇങ്ങനെ എത്ര പേർക്കാണ് സർക്കാർ ജോലി? അത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. എന്ത് ചെയ്താലും നമ്മൾ സർക്കാർ ജോലി എന്ന് പറഞ്ഞു. ആക്ച്വലി സർക്കാർ ജോലി ഈസ് നോ ലോങ്ങർ ദാറ്റ് എക്സൈറ്റിംഗ് എന്നെങ്കിലും മനസ്സിലാക്കണം. റിയൽ ഗ്രോത്ത് ഈസ് ഇൻ ദ പ്രൈവറ്റ് സെക്ടർ. ആന്ത്രപ്രനർഷിപ്പാണ്. ആന്ത്രപ്രനർഷിപ്പ് ചെയ്യാൻ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്നുമില്ല, റിസ്ക് എടുക്കാൻ പഠിപ്പിക്കുന്നില്ല. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളൊക്കെ റിസ്ക് എടുത്ത് മുന്നോട്ട് പോകാനാണ് പഠിപ്പിക്കുന്നത്. ആൻഡ് ദേ ആർ മേക്കിംഗ് മണി മാൻ. ഇവിടെ മലയാളികൾ തന്നെ പുറത്ത് പോയിട്ട് ബിസിനസ് ചെയ്തിട്ട് രക്ഷപ്പെടുന്നുണ്ട്. ഇവിടെ നമ്മൾ എൻകറേജ് ചെയ്യില്ല. ഇവിടെ ഒരു ബിസിനസ് ചെറുതായിട്ട് അബദ്ധം പൊട്ടോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവനെ ദൂരെയാക്കുക ചെയ്യുക. ഇവിടെ ഗുജറാത്തിലൊക്കെ ഞാൻ കേട്ടില്ലെന്ന് വെച്ചാൽ, മാർവാടി കമ്മ്യൂണിറ്റി എസ്പെഷ്യലി കേട്ടിട്ടില്ലെന്ന് വെച്ചാൽ, ബിസിനസ് ചെയ്തു പൊളിഞ്ഞു, അവൻ രണ്ടാമതും ബിസിനസ് ചെയ്ത് പൊളിഞ്ഞു, മൂന്നാമത് വരുമ്പോഴായിരിക്കും ശരിക്കും ഫണ്ട് ചെയ്യും. കാരണം അവൻ ശരിക്കും പണി പഠിച്ചു, അവൻ തെറ്റ് എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലായി എന്ന് പറഞ്ഞ് യു ആക്ച്വലി സപ്പോർട്ട്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിൽ തന്നെയുള്ള ഏറ്റവും വലിയ ബിസിനസ്സുകാർ എല്ലാവരുടെയും സ്റ്റോറി എടുത്ത് നോക്കിയാൽ അവരുടെ തുടക്കത്തിലുള്ള പൊട്ടിപ്പൊളിഞ്ഞ പാളീസായ കഥകളൊക്കെ ഭയങ്കര രസമാണ്. ഹൗ ദേ മെയ്ഡ് ഇറ്റ് ബിഗ് ആഫ്റ്റർ ലേണിംഗ് ഫ്രം സോ മെനി മിസ്റ്റേക്സ്. നമ്മളിവിടെ അതിന് അനുവദിക്കുന്നില്ലല്ലോ. ബട്ട് ഞാൻ പറഞ്ഞോട്ടെ, നമ്മളിത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളത് ഐ ഓൾസോ എഗ്രി. ബട്ട് ഇറ്റ് ഷുഡ് സൊല്യൂഷൻ അല്ലേ? സൊല്യൂഷൻ ഈസ് ദാറ്റ് വി ഷുഡ് മേക്ക് ദിസ് പാർട്ട് ഓഫ് എ ജനറൽ ഡിസ്കോഴ്സ്. ഈ സൊസൈറ്റിക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട് ഈ ഇമാതിരി പൊട്ടത്തരങ്ങൾ പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാനുള്ളത്. But the thing is that the majority is still accepting it. Unfortunately, that is a scenario right now. ഐ തിങ്ക് സോ. ദാറ്റ്സ് ഓൾസോ ബിക്കോസ് യു ആർ നോട്ട് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദം. നമ്മൾ അവർക്ക് ഇപ്പോൾ പൊതുജനത്തിന് കൊടുക്കുന്ന ഫീഡ് ചെയ്യുന്നതല്ലേ അറിയുള്ളൂ. പാവം ജനങ്ങളെയൊക്കെ നമ്മൾ കുറ്റം പറയുന്നതിൽ കഥയുണ്ടോ? നമ്മളിവിടെ ജനറലി പൊതുവെ നോക്കിയാൽ മീഡിയയിൽ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? മീഡിയയിൽ ഡിസ്കസ് ചെയ്യുന്നത് മുഴുവനും വളരെ സൂപ്പർഫിഷ്യലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. നമുക്കിവിടെ ഒരു ബിസിനസ് ന്യൂസ് പേപ്പർ ഇല്ല, ഒരു ബിസിനസ് ചാനലില്ല, മലയാളത്തിൽ ഒരു ബിസിനസ് ചാനൽ പോലുമില്ല. ഹിന്ദിയിലുണ്ട്, ബാക്കി എല്ലാ ഭാഷയിലും ഉണ്ട്, ഇംഗ്ലീഷ് എല്ലായിടത്തും ഉണ്ട്. ബിസിനസ് ചാനൽസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബിസിനസ് അല്ല അവർ സംസാരിക്കുന്നത് കുറച്ചുകൂടെ അനലിറ്റിക്കലായിട്ടാണ്, കുറച്ചുകൂടെ ഡെപ്തിലായിരിക്കും. ഒരു ബിസിനസ് പത്രം എടുത്ത് വായിച്ചാലും അറിയാം, അതിനകത്ത് സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമൊന്നുമല്ല, അതിനകത്ത് പോളിസി ലെവലിലുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയായിരിക്കും, അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള കുറച്ചുകൂടെ ഡെപ്തിലുള്ളതാണ്. മലയാളിയെപ്പോലെ ഇത്രയും സോക്കോൾ പ്രബുദ്ധരാണെന്ന് പറയുന്ന സത്യത്തിലാണ് കുറേ പേര് നല്ല കാഴ്ചപ്പാടൊക്കെ ഉള്ള ഇവർക്ക്, പക്ഷേ കണ്ടൻറ്റ് കിട്ടുന്നില്ല. കണ്ടൻറ്റ് കിട്ടാത്തതുകൊണ്ട് എന്ത് പറ്റും? അവൈലബിൾ കണ്ടൻറ്റിൽ കിടന്ന് അഭിരമിക്കേണ്ടി വരുന്നു. അതെന്ന് പറഞ്ഞാൽ വളരെ ക്രാസ് കണ്ടൻറ്റാണ്. മാത്രമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ അന്തിചർച്ചകളിൽ മാത്രമാണ് നമ്മുടെ പോളിസീസ് പോലും ഇപ്പം നിൽക്കുന്നത്. കമ്മിങ് ബാക്ക് ടു ദറ്റ് പോയിന്റ്, ഇറ്റ് ഹസ് ബീൻ എ ലോങ് ഡിസ്കഷൻ റൈറ്റ് നൗ. സോ what would your appeal, basically what would be your appeal towards the professionals who are staying away from politics, saying that politics is not my cup of tea? So how do you do, അവർക്ക് വരാനായിട്ടുള്ളൊരു പാത്ത് ഉണ്ടല്ലോ, അവരെന്തോ കാര്യം ദേ ഹാവ് ദെയർ ഇൻഹിബിഷൻസ് ഇൻ ജോയിനിങ് പാർട്ട് ഓഫ് ദിസ് മാസ് മൂവ്മെൻറ്റ് ഓർ വാട്ടർ മേ ബി നേരത്തെ പറഞ്ഞ പൊളിറ്റിക്സിന് അങ്ങനെ ഒരു ചീത്തപ്പേരുള്ളത് കൊണ്ടായിരിക്കും. ബട്ട് വാട്ട് വുഡ് ദാറ്റ് അഡ്വൈസ് പോയിന്റ് ഇസ് സ്റ്റിൽ നോട്ട് ക്ലിയർ അല്ലേ? ദാറ്റ് ഇസ് നോട്ട് ഡിഫൈൻഡ്. പീപ്പിൾ ആർ ഡിഫറെൻറ്റ്. ഞാൻ പറയുന്നത് വെച്ചാൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടും ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളും ഒക്കെ ഡിഫറെൻ്റ് അല്ലേ. അപ്പോൾ എല്ലാ പ്രൊഫഷണൽസും ഒരേപോലെ ചിന്തിക്കണം എന്നില്ല. കുറച്ച് പ്രൊഫഷണൽസ് എങ്കിലും കുഴപ്പമില്ല, ഞാൻ പോസ്റ്ററൊക്കെ ഒട്ടിക്കാൻ, എൻ്റെ പോസ്റ്റർ ഒട്ടിക്കുന്നതിൻ്റെ ചമ്മൽ ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞ് ഇറങ്ങാൻ തയ്യാറായിട്ട് കുറച്ച് പ്രൊഫഷണൽസ് എങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലീഡർഷിപ്പ് പാറ്റേൺ. പക്ഷെ ഞാൻ പറഞ്ഞ ജനറൽ ആയിട്ടുള്ളൊരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിലേക്ക് വരാൻ അവരെ സമ്മതിക്കാത്തതാണോ അവർ വരാത്തതാണോ എന്നുള്ളൊരു അല്ല, പൊളിറ്റിക്സിൽ എനിക്ക് തോന്നിയത് നമ്മൾ ലോവർ ലെവൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽസ് അറ്റ് എനി ലെവൽ യു ഷുഡ് ഹാവ് ദാറ്റ്. ആ ഒരു ചമ്മലില്ലായ്മ ആവശ്യമുണ്ട്. കാരണം പോസ്റ്റ് ഒട്ടിക്കൽ മാത്രമല്ല, യു ഹാവ് ടു പ്രൊമോട്ട് യുവർ സെൽഫ് വിതിൻ ദ ഓർഗനൈസേഷൻ ആൻഡ് ഓൾ ദാറ്റ്. ആ ഒരു പുഷ് അതൊക്കെ വേണം. അത് ഇൻഹിബിഷൻ അത് വളരെയധികമുള്ള പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർക്ക് അത് ചിലപ്പോൾ അത്ര സാധിക്കണമെന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ലീഡർഷിപ്പാണ് ഇത് ഡിസൈഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെയും ലീഡർഷിപ്പിനെ ഒന്ന് നമ്മൾ ശരിക്കും സ്റ്റഡി ചെയ്യണം. വളരെ പ്രോഗ്രസീവായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ലീഡേഴ്സ് വരുമ്പോൾ അവരെന്താ ചെയ്യുക? അവർ യങ്സ്റ്റേഴ്സിനെ കൊണ്ടുവരാൻ ശ്രമിക്കും, പ്രൊഫഷണൽസിനെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കും, ഡിഫറെൻ്റ് ഒപ്പീനിയൻ കേൾക്കാൻ ശ്രമിക്കും, വളരെ ടച്ചി ആയിട്ടും ഈഗോയിസ്റ്റിക് ആയിട്ടും
എന്താ പറയുക ക്രിറ്റിസിസത്തെ കാണാതിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു കുറച്ച് ഇവോൾവ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത്. അങ്ങനെ വരുമ്പോൾ അവരും കോൺഷ്യസ്ലി തീരുമാനിക്കും. ഞങ്ങളുടെ ഈ ഒരു ജനറേഷൻ മേ ബി ഫുൾ ടൈം പൊളിറ്റീഷ്യൻസ് ദാറ്റ് വാസ് ഓക്കെ, ബട്ട് നൗ വി നീഡ് ടു ഇവോൾവ്, വി നീഡ് ടു ഹാവ് മോർ എഞ്ചിനീയേഴ്സ്, ലോയേഴ്സ്, ഡോക്ടേഴ്സ്, ടീച്ചേഴ്സ്, പ്രൊഫസേഴ്സ്. ഇവരെല്ലാവരും വരണം, ഇവരൊക്കെ വരണം. കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരാരും വരുന്നില്ല. കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സിനകത്ത് നിങ്ങൾ നോക്കൂ, എല്ലാം ടീച്ചേഴ്സാണ് കൂടുതലും. ടീച്ചേഴ്സും പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സ്. അവർ മോശമാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷേ അവരാണ്. അതും കൂടുതലും മലയാളം വാദ്യന്മാരും ഇവരൊക്കെയാണ്. അവർ മോശമെന്നല്ല പറയുന്നത്, പക്ഷെ അവരേ ഉള്ളൂ. ഒരു കാലഘട്ടത്തിൽ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നവരൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ കോംപ്രിഹെൻഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. ഡിസിഷൻ മേക്കിങ്ങിൽ വളരെ ക്രൂഷ്യൽ, എസ്പെഷ്യലി ഇന്നത്തെ കാലഘട്ടത്തിൽ. പണ്ടത്തെ പോലെ അല്ല. ഇന്നിപ്പോൾ ഡിസിഷൻ മേക്കിംഗ് വളരെ ഫാസ്റ്റായിട്ടും വളരെ വളരെ സട്ടിലായിട്ടും ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടൊക്കെ ഡിസിഷൻസ് എടുത്ത് പോകേണ്ട ലെവലിലേക്കാണ് ഇപ്പം കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ വളരെ വളരെ സൂപ്പർഫിഷ്യലായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് ഒരു എന്താ പറയുക, ഞാൻ കുറേ മലയാളം സാഹിത്യം വായിച്ചിട്ടുണ്ടാവുകൊണ്ട് ഞാൻ മിടുക്കനാണെന്നൊന്നും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ കടുകട്ടി ഇതില്ലേ കാവ്യാത്മകമായിട്ടോ അല്ലെങ്കിൽ ചതുര പട്ടിപ്പിൽ മലയാളം പറഞ്ഞത് കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. യു വിൽ നോട്ട് ബി ഏബിൾ ടു ഡെലിവർ എനിത്തിങ്. നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു 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 ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയും ആൻഡ് ലാംഗ്വേജ് സ്കിൽസ്, ദീസ് ആർ ഓൾ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ചിലർ വിചാരിക്കും ഇത് ഭയങ്കര എലിറ്റിസ്റ്റ് വ്യൂ ആണെന്ന്. ഞാൻ വീണ്ടും പറയാണ്, ഇന്നത്തെ കാലഘട്ടത്തിൽ 2026 ആയിട്ടും എഡ്യൂക്കേഷൻ അപ്രാപ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ നേതാവിന് കേരളത്തിൽ ഫീൽ ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് വേറെ പ്രശ്നമുണ്ടെന്ന് ഞാൻ പറയുള്ളൂ. അല്ലേ? എഗെയിൻ ഒരു ഉദാഹരണം ഞാൻ പറയാം. കേരളം ഏറ്റവും നന്നായിട്ട് പോയ കാലഘട്ടങ്ങൾ, അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്രോത്തും ഭയങ്കര വ്യത്യാസം വന്ന കാലഘട്ടമൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, ലീഡർഷിപ്പ് ലെവലിലുണ്ടായിരുന്ന അതാത് സമയത്തെ മുഖ്യമന്ത്രിമാർ അവർക്ക് ഇംഗ്ലീഷ് വശമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ഇംഗ്ലീഷ്, മലയാളം മേലെ താഴെയോ അതൊന്നുമല്ല, ഇംഗ്ലീഷ് വശം ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഫാക്റ്റാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഭരണഭാഷ മലയാളം ഇതൊക്കെ പറയാൻ അതൊക്കെ നല്ലതാണെങ്കിലും അതിപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട, സാധാരണക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും നമുക്ക് മലയാളം തന്നെ ആയിരിക്കണം. അതിൽ ഒരു തർക്കവും വേണ്ട. കാരണം സാധാരണക്കാരനത് മനസ്സിലാവണം. പക്ഷേ അതിൻ്റെ അർത്ഥം നമ്മൾ ഇംഗ്ലീഷിൽ കഴിവുകേട് കാണിക്കണം എന്നല്ല, ഇംഗ്ലീഷിൽ പൊട്ടത്തരം പറയണം എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ കോടതികളുടെ ഭാഷ ഇംഗ്ലീഷാണ്. ലീഗൽ ലാംഗ്വേജ് ഇന്നും പല സൊഫിസ്റ്റിക്കേറ്റഡ് എഗ്രിമെൻറ്റ്സും മറ്റേതൊക്കെ വയ്ക്കുന്നത് ഇംഗ്ലീഷിലാണ്. മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, മൾട്ടിനാഷണൽ കമ്പനികളുമായിട്ട് FDI കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, ഇവരൊക്കെ ആയിട്ട് നമ്മൾ ഇംഗ്ലീഷിലാണ് പോയി സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് ഭരണഭാഷ മലയാളമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ നിന്നിട്ട് ഒരു ഇടനില ഒരാളെ വെച്ചിട്ട് കളിക്കുമ്പോഴേക്കും അതിൻ്റെ ലെവൽ ഓഫ് ഇൻട്രാക്ഷൻ ഗോസ് ഡൗൺ. ഇപ്പം അച്യുതമേനോനായിരുന്നാലും കരുണാകരനായാലും ഉമ്മൻചാണ്ടി സാറായിരുന്നെങ്കിൽ നമ്മൾ ഈ ഇംഗ്ലീഷ് നന്നായി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന മുഖ്യമന്ത്രിമാരിരുന്ന കാലഘട്ടത്തിലുള്ള ജസ്റ്റ് പരിശോധിച്ചാൽ അറിയാം എന്തുമാത്രം ആ പീരീഡിലുള്ള ഡിഫറൻസ് എത്രമാത്രം ഉണ്ടെന്ന്. കാരണം ഇടനിലക്കാർ ആവശ്യമില്ല. മാത്രമല്ല ഇവർ ഫയലിലും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫയലിൽ പലതും ഈ എഗ്രിമെൻറ്റുകളും മറ്റൊക്കെ ഉണ്ടാവും, കരാറുകളും ഉപകരാറുകൾ വയ്ക്കുന്ന അതിലുള്ള തീരുമാനമെടുക്കൽ, അതങ്ങനെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സെൻറ്ററിൽ നിന്ന് വരുന്ന കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അവർക്ക് തന്നെ മനസ്സിലാവുമായിരുന്നു. അല്ലാതെ അവർക്ക് വേണ്ടി വേറെ ആരും ചെയ്യേണ്ട വരുന്നില്ല. അത് അവിടെ പ്രശ്നം നടക്കുന്നതെന്ന് വെച്ചാൽ ഈ പേഴ്സണൽ സ്റ്റാഫിൽ പലരും അവരുടെ ബുദ്ധിയുടെ നിലവാരത്തിലോട്ട് അതിനെ അങ്ങ് കൊണ്ടുവരും. അത് നമ്മൾ സങ്കല്പിക്കുന്ന പോലെ ആയിരിക്കത്തില്ല. പേപ്പറിൽ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആരാന്ന് വെച്ചാൽ ചെയ്തിരിക്കും. പക്ഷേ നമുക്കറിയാം, നമുക്ക് സിസ്റ്റത്തിനകത്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം ആ മന്ത്രിയുടെ ഓഫീസിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ 3-4 ആൾക്കാരുണ്ട്, ഈ ഫയൽ ഇയാളാണ് നോക്കുന്നത്. ഇതൊക്കെ നമുക്കറിയാം, എല്ലാവർക്കും അറിയാമെന്ന്. വിച്ച് ഈസ് ആക്ച്വലി സാഡ്. ബട്ട് ഇങ്ങനെ ഒരു മിനിസ്റ്ററിനെ, ഒരു പൊളിറ്റീഷ്യനെ താങ്കളുടെ സർവീസ് പീരീഡിൽ എപ്പോഴെങ്കിലും കാണുകയോ, അത് ഭയങ്കര ആളുടെ പേര് പറയണമെന്നില്ല, അത് ഭയങ്കര എഫിഷ്യൻ്റായിട്ട് ആ നമ്മൾ പറയുന്ന ഫുൾഫിൽമെൻറ്റിലേക്ക് പോയ ഒരു അനുഭവം കൂടെ ലാസ്റ്റ് പറഞ്ഞ് ക്യാൻ വി? ഉണ്ട് തീർച്ചയായിട്ടും. ഞാൻ പേര് പറയുന്നതിനും എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ പറയുന്നത് നല്ല മിനിസ്റ്റേഴ്സിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഷിബു ബേബി ജോൺ സാറ് ഉടനെ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നതാണ്. അദ്ദേഹം ഹീസ് എൻ എഞ്ചിനീയർ ബൈ പ്രൊഫഷൻ ഓൾസോ. അദ്ദേഹത്തിന് വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, മീറ്റിങ്സൊക്കെ നമുക്ക് ധൈര്യമായിട്ട് മീറ്റിങ്സ് സെറ്റ് ചെയ്യാം. ഇപ്പോൾ വിദേശത്തുനിന്ന് ജർമ്മൻ ഡെലിഗേഷൻ വരുന്നവർ, എനിക്ക് ഒരു പ്രശ്നമില്ല.
ഇന്ന് വിവരം കിട്ടി നാളെ രാവിലത്തേക്ക് മീറ്റിംഗ് സെറ്റ് ചെയ്യാൻ എനിക്ക് പ്രത്യേകിച്ച് ബ്രീഫിങ്ങോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. മിനിസ്റ്ററിന് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഈസ് മോർ ദാൻ പ്രിപ്പയർഡ്. ഒന്ന് അദ്ദേഹം നമ്മളെക്കാട്ടിലൊക്കെ ലോകം കണ്ടിട്ടുണ്ട്. ഹി ഹാസ് ട്രാവൽഡ് എ ലോട്ട് ആൻഡ് ഓൾ ദാറ്റ്. സോ മാത്രമല്ല പോളിസി തലത്തിലുള്ള ക്ലാരിറ്റിയും അദ്ദേഹത്തിനുണ്ട്. സോ ഇറ്റ് വാസ് വെരി നൈസ് ടു യുനോ വർക്ക് വിത്ത് ഹിം. മാത്രമല്ല ഫയൽസ് വിടുമ്പോഴും ഒക്കെ നമുക്ക് പോയി ഫയൽ പഠിപ്പിച്ച് പറഞ്ഞ് അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നുമില്ല. പ്രൊക്യൂർമെൻറ്റ് റിലേറ്റഡ് ഒക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഫയൽസൊക്കെ അന്ന് എനിക്ക് അന്നത്തെ വകുപ്പ് ഐ വാസ് ഡയറക്ടർ ലെവലൊന്നും. അപ്പോൾ സെക്രട്ടറിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ ഇറ്റ് വാസ് വെരി ഈസി മിനിസ്റ്റർ കുഡ്. സോ ഇതിനകത്തുള്ള ഒരു ജനറേഷൻ ഇഷ്യൂസ് ഉണ്ടല്ലോ. നമ്മൾ ആ സമയത്ത് ഒരു വേൾഡ് ബാങ്ക് പ്രൊക്യൂർമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സം കോംപ്ലിക്കേറ്റഡ് തിങ് വിച്ച് ഐ വാണ്ടഡ് എങ്കിലേ ശരിയാവത്തുള്ളൂ എന്നുള്ളത്. സെക്രട്ടറി വാസ് ടേക്കിംഗ് എ ഡിഫറെൻറ്റ് വ്യൂ, ബട്ട് ദ മിനിസ്റ്റർ കുഡ് ഇമ്മീഡിയറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഞാൻ എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്ന് മനസ്സിലായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റി. അങ്ങനെയൊക്കെ ഉണ്ട്. വർക്ക് വിത്ത് അതർ മിനിസ്റ്റേഴ്സ് ഓൾസോ. ഇപ്പം കെ രാധാകൃഷ്ണൻ സാറിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷിൻ്റെയും ഇതിൻ്റെ ഒന്നും ആളൊന്നും അല്ല. എന്ന് മാത്രമല്ല ടെക്നോളജി ഭയങ്കര ഇതാക്കുന്ന ആളുമല്ല. പക്ഷേ വൺ തിങ് ഐ ഫൗണ്ട് ഇൻ ഹിം വാസ് ദാറ്റ് ഹി അണ്ടർസ്റ്റുഡ് പോളിസി. ഈ ലാർജർ പോളിസി പിക്ചർ ഇപ്പോൾ ഈ യു കാൻ ജനറലൈസ് എന്നുള്ളത് ഫാക്റ്റാണ്. പക്ഷേ എപ്പോഴും അങ്ങനത്തെ ആൾക്കാരെ കിട്ടണമെന്നില്ല. അദ്ദേഹം ഇപ്പോൾ ആ സെക്ടറും വളരെ നന്നായിട്ട് അറിയുന്ന വ്യക്തിയും ഒരു എന്താ പറയുക ഒരു ബിഗ് പിക്ചർ കാണാനുള്ള ശേഷി എന്ന് പറയില്ലേ. ഈ വാസ് ലൈക്ക് ഒരു വിഷണറിയാണ്. ഒരു CM മെറ്റീരിയൽ എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന ലെവലിലുള്ള ഈ ന്യൂ തിങ്സ് വെരി നൈസ്ലി ആൻഡ് വെരി ക്ലിയർലി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റേയും ഒരു എങ്ങനെയാണ് റൺ ചെയ്യുന്നത്, അതിൻ്റെ പിന്നെ എന്ത് കൈൻഡ് ഓഫ് ചേഞ്ചസ് ആണ് വരുത്തേണ്ടതെന്ന് മൊത്തത്തിലുള്ളത് പറയും. അപ്പോൾ അത് പിന്നെ നടപ്പിലാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഒരു ജോലി. അങ്ങനെയാണ് സത്യത്തിൽ വേണ്ടത്. അതായത് പോളിസി ലെവലിൽ എനിക്കിതാണ് വേണ്ടത്. ഇപ്പോൾ ഷിബു സാറും ഒക്കെ അങ്ങനെയാണ് പറഞ്ഞത്. എനിക്കിത് ഇങ്ങനെ സംഭവം ഇവിടെ എനിക്ക് ഇങ്ങനെ ഒരു ഈ സെക്ടറിൽ ഇങ്ങനെ ഒരു മാറ്റമാണ് വേണ്ടത് ഇത്. ആൻഡ് ദെൻ യു ഹാവ് ടു വർക്ക് ഹൗ ടു ഗെറ്റ് ഇറ്റ് ഡൺ. ആ ഒരു എക്സിക്യൂഷൻ പ്ലാനും പോളിസിയും സാധനമൊക്കെ വരുത്തുക. അല്ലെങ്കിൽ രാധാകൃഷ്ണൻ സാർ ഇത് സ്കോളർഷിപ്സിൻ്റെ മാറ്റങ്ങൾ വരുത്താൻ പറഞ്ഞ സാധനമൊക്കെ സ്റ്റിൽ റിമെമ്പർ അദ്ദേഹം ഇതാണ് വേണ്ടതെന്ന് പറയുന്നു. പിന്നെ അതിൻ്റെ പിന്നാലെയാണ് നമ്മൾ പോകുന്നത്. അത് സ്ട്രക്ചർ ചെയ്ത് എങ്ങനെ റെഡിയാക്കി കൊണ്ടുവരുന്നു. ആൻഡ് ഇറ്റ് ഗിവ്സ് എ ഹൈ. നമ്മളത് അതിൻ്റെ ഡെലിവറി നടത്തുന്ന സമയത്ത് യു ഫീൽ സോ ഗുഡ് ദാറ്റ് ദ ടീം ഹാസ് ഡെലിവേർഡ്. ആ ലെവലിലേക്കൊക്കെ നമ്മുടെ ഉദ്ദേശിക്കുന്ന ഒരു വിഷനകത്തോട്ട് ഈ സാധനങ്ങൾ കംപ്ലീറ്റ് വന്ന് നിൽക്കുന്നു എന്നുള്ളൊരു ഇതുകൊണ്ട്. അതെ. സോ ലെറ്റ്സ് ഹോപ്പ് ദാറ്റ് വി ഹാവ് ഗുഡ് പ്രൊഫഷണൽ കമ്മിങ് ഇൻ ടു പൊളിറ്റിക്സ്. സോ that will make your job much easier, a better tomorrow for the nation as well as the state. And in fact ഞാൻ പറയാം പ്രൊഫഷണൽസ് പൊളിറ്റിക്സിലും വരണം. ബ്യൂറോക്രസി കുറച്ചുകൂടെ പ്രൊഫഷണലും ആവണം. ബ്യൂറോക്രസിയുടെ പണി മര്യാദയ്ക്ക് ചെയ്യണമല്ലോ. ബാക്കി എല്ലാവരും എവ്രി വൺ ഷുഡ് ജസ്റ്റ് ഡൂ ദെയർ പ്രൊഫഷൻ, ഷുഡ് ടേക്ക് ദെയർ പ്രൊഫഷൻ സീരിയസ്ലി. മീഡിയ ആയിക്കോട്ടെ എല്ലാവരും ഓരോ മേഖലയിലും കാണുന്ന അൺപ്രൊഫഷണലിസമാണ് യഥാർത്ഥത്തിൽ കേരളത്തിന് പിന്നോട്ട് വലിക്കുന്നത്. എല്ലാവരും അവനവൻ്റെ പണി വൃത്തിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഞാൻ ഫുൾ കുറ്റം പറയുന്നല്ല. ദാറ്റ് ഇസ് വേർ യു ഡിഫൈൻ എ പ്രൊഫഷണൽ. അവൻ്റെ പണി മര്യാദയ്ക്ക് ചെയ്യുന്ന ഒരാളാണ് പ്രൊഫഷണൽ എന്ന് പറയുന്നത്. സോ ഇഫ് ദേ ആർ ഗിവൺ their എന്താ പറയുന്നത് ഡ്യൂ, they will perform. That's the bottom line. Absolutely. നമ്മളിത് പറയുമ്പോഴേ നമ്മൾ കുറ്റം പറയാൻ വേണ്ടി പറയുന്ന പോലെ തോന്നും, പക്ഷേ അപ്രിയ സത്യമാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് നേരത്തെ ചോദിച്ചല്ലോ വാട്ട് ടു ഡൂ എന്നുള്ളത്. ഐ തിങ്ക് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇസ് ടു അക്നോളജ് ദാറ്റ് വി ഹാവ് എ പ്രോബ്ലം. നമ്മൾ അറ്റ്ലീസ്റ്റ് തിരിച്ചറിയണം നമുക്കൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഇനിയും ഓട്ടയടക്കാൻ വേണ്ടി ഇരുട്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതെങ്കിലും തിരിച്ചറിയാൻ. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് പോയിന്റ്. ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമുക്ക് പ്രൊഫഷണലിസം വരുള്ളൂ. So thank you so much for this valuable words, because ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവും. This is a campaign or to make, at least from our side, a humble beginning to make sure that more people who are like real, not just professionals, ഇത് ഈ ജോലി ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർ ജോലിയിലേക്ക് വരണം എന്നുള്ളൊരു ഒരു ക്യാമ്പയിനും കൂടിയാണ്. താങ്ക്സ് എ ലോട്ട് ഫോർ ജോയിനിങ്. താങ്ക് യു. It's a joy.